നമസ്കാരം. നമ്മൾ ആരും അറിയാത്ത ഒരു സൈനിക നീക്കം കശ്മീരിൽ നടന്നു. ഒരു വർഷം നീണ്ടുനിന്ന ഒരു വലിയ സൈനിക നീക്കം. കശ്മീരിൻ്റെ മലനിരകളിൽ, കാടുകളിൽ, മഞ്ഞുപാളികൾ വീണ് കിടക്കുന്ന ഇടങ്ങളിലൊക്കെ ചില ഭീകരർ തമ്പടിച്ചിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് അവരെ തുരത്താനുള്ള വലിയൊരു പ്രയത്നമായിരുന്നു സൈന്യം ഏറ്റെടുത്തത്. ഓപ്പറേഷൻ ത്രിഷി 1 എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഓപ്പറേഷൻ വളരെ ദുർഘടം പിടിച്ച ഒരു ഉത്തരവാദിത്തമായിരുന്നു. വനത്തിലും ദുർഘടമായ മലനിരകളിലുമൊക്കെ താവളമിട്ടായിരുന്നു ഭീകരർ പ്രവർത്തനം നടത്തിയിരുന്നത്. എന്നാൽ ഒരു വർഷം കൊണ്ട് ആ ഭീകര സംഘത്തിലെ ഒട്ടുമിക്കവരെയും തീർത്ത് കളഞ്ഞുവെന്ന് സൈന്യം അറിയിക്കുന്നു. പ്രത്യേകിച്ച് ജെയ്ഷെ മുഹമ്മദിൻ്റെ പ്രധാന നേതാവായിരുന്ന സൈഫുള്ളയെ കൊന്നുതള്ളാൻ ഇന്ത്യൻ സൈന്യത്തിനായി. അതായത് കശ്മീരിലെ മലനിരകളിൽ ഒളിഞ്ഞിരുന്ന് ഇന്ത്യക്കെതിരെ ഭീകരപ്രവർത്തനം നടത്തിയിരുന്ന സംഘത്തെ ഏതാണ്ട് പൂർണ്ണമായും തുടച്ചു നീക്കാൻ ഇന്ത്യൻ സേനയ്ക്ക് കഴിഞ്ഞു. ഇതിനിടയിലാണ് ഭീകരർ ബംഗ്ലാദേശിലെ മാറിയ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് ബംഗ്ലാദേശ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ പ്രവർത്തനം ആരംഭിക്കുന്നത്. കശ്മീരി ഭീകരവാദികൾ ബംഗ്ലാദേശിൽ തമ്പടിച്ചുകൊണ്ട് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ പദ്ധതിയിട്ടു. ഇന്ത്യയിലെ പല നഗരങ്ങളിലും പ്രദേശങ്ങളിലും അവർ സ്ലീപ്പർ സെല്ലുകൾ സ്ഥാപിച്ച് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു എന്ന വിവരം യാദൃച്ഛികമായി ഇന്ത്യൻ ഇൻ്റലിജൻസ് സംവിധാനങ്ങൾക്ക് വീണ് കിട്ടുന്നു. ബംഗ്ലാദേശിൽ നിന്നും വ്യാജ ആധാർ ഉപയോഗിച്ച് നുഴഞ്ഞു കയറിയ ആ 7 ഭീകരരെ പശ്ചിമ ബംഗാളിലും തമിഴ്നാട്ടിലുമായി പിടികൂടുകയാണ് പോലീസ്. അവരെ ചോദ്യം ചെയ്തപ്പോഴും അവരുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോഴും വലിയൊരു ഭീകരാക്രമണത്തിന് പദ്ധതിയിടുന്നതിൻ്റെ വിശദാംശങ്ങൾ ലഭിച്ചു. ഇന്ത്യയിൽ പലയിടങ്ങളിലും സ്ലീപ്പർ സെല്ലുകൾ സ്ഥാപിച്ച് ബംഗ്ലാദേശ് കേന്ദ്രീകരിച്ചുകൊണ്ട് കശ്മീരി ഭീകരർ ഇന്ത്യക്കെതിരെ വലിയ ആക്രമണത്തിനൊരുങ്ങുന്നു എന്നാണ് കണ്ടെത്തിയത്. ലഷ്കർ ഇ തോയ്ബയുടെ ആസ്ഥാന മന്ദിരം വരെ തകർത്ത ഓപ്പറേഷൻ സിന്ദൂറിന് പകവീട്ടാൻ ബംഗ്ലാദേശിലെ രാഷ്ട്രീയ അനിശ്ചിതത്വം ഉപയോഗിച്ച് തീവ്രവാദികൾ ശ്രമിക്കുന്നതിൻ്റെ പൂർണ്ണ വിശദാംശങ്ങൾ ലഭിച്ചു. ഈ ഭീകരവാദികളെ പിടികൂടുന്നതിനുള്ള വലിയ ഓപ്പറേഷൻ ഇന്ത്യൻ സേന വിവിധ പോലീസ് സേനയോടൊപ്പം ആരംഭിച്ചു കഴിഞ്ഞു. ഇതിനിടയിൽ മാറിയ സാഹചര്യത്തിൽ ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷ ശക്തമാക്കുന്നതിന് വേണ്ടി പുതിയ ഒരു നയപ്രഖ്യാപനം ആഭ്യന്തര മന്ത്രാലയം നടത്തി. പ്രഹാർ എന്നാണ് ആ നയപ്രഖ്യാപനത്തിൻ്റെ പേര്. അതിർത്തി കടന്നുള്ള ഭീകരാക്രമണത്തോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് സൈബർ ആക്രമണങ്ങളും എന്ന് തിരിച്ചറിഞ്ഞ് ഇന്ത്യയിൽ ഭീകരവാദികൾ സംഘടിതമായി സൈബർ ആക്രമണങ്ങൾ നടത്തുന്നെന്നും സ്ലീപ്പർ സെല്ലുകൾക്ക് രൂപം കൊടുത്ത് ആഭ്യന്തര ലഹളയ്ക്കും പദ്ധതിയിടുന്നു എന്നും മനസ്സിലാക്കിക്കൊണ്ടുള്ള നയപ്രഖ്യാപനമാണിത്. ചെങ്കോട്ടയിലും ചാന്ദിനി ചൗക്കിലെ ഒരു ക്ഷേത്രത്തിലുമൊക്കെ ഭീകരവാദികൾ ആക്രമണത്തിനൊരുങ്ങുന്നു എന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് വിശദമായ പരിശോധനയിലൂടെ പ്രഹാർ പ്രഖ്യാപിക്കുന്നത്. പ്രഹാർ എന്നാൽ പ്രിവെൻഷൻ, റെസ്പോൺസ്, അഗ്രിഗേറ്റിംഗ്, ഹ്യൂമൻ റൈറ്റ്സ്, അറ്റിനേറ്റിംഗ്, അലൈൻ ആൻഡ് ഷേപ്പിംഗ്, റീകൺസൈൽ ആൻഡ് റിസൈലൻസ് എന്നാണ്. എന്ന് വെച്ചാൽ തടയുക, പ്രതികരിക്കുക, ആഭ്യന്തര പ്രതിരോധം സൃഷ്ടിക്കുക, മനുഷ്യാവകാശം പരിഗണിക്കുക, ആഘാതം കുറച്ചുള്ള ആക്രമണം നടത്തുക, അന്താരാഷ്ട്ര ഭീകരവിരുദ്ധ പോരാട്ടവുമായി സഹകരിക്കുക, സമൂഹത്തെയും ഇതിൻ്റെ ഭാഗമാക്കുക. ഇത്തരത്തിലൊരു നയം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ നയരേഖയിൽ പറയുന്നു, ഭീകരവാദത്തിന് മതമില്ല, മതത്തിൻ്റെ പേരിൽ ആരെയെങ്കിലും ടാർഗറ്റ് ചെയ്യാൻ പദ്ധതിയില്ല, എല്ലാ ഭീകരവാദികളും മതരഹിതരാണ്. മതത്തിൻ്റെ പേരിൽ പലരും ബഹളം വയ്ക്കാൻ ശ്രമിക്കുന്നെങ്കിലും ഭീകരവാദികൾ മതത്തിനപ്പുറത്തേക്ക് രാജ്യവിരുദ്ധരാണ്. അങ്ങനെ ഇന്ത്യയെ ഭീകരാക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കാൻ വലിയൊരു പദ്ധതിക്ക് ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. പ്രഹാർ എന്നത് അതിൻ്റെ ഒരു തുടക്കം മാത്രമാണ്.